സ്മാരകം. ഇവിടെ കുട്ടികൾ കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. മരത്തിൽ കയറാം, പിന്നെ അതേപോലെ നിരങ്ങി കളിക്കാം. ഇതാണ് കെട്ടിടം. ആശാസ്മാരത്തിലെ ഓരോരോ പ്രതിമകൾ. ഇത് ഓരോരോ പ്രതിമകളുണ്ട്. ഈ പ്രതിമയുണ്ട്, പിന്നെ ഇങ്ങനത്തെ പ്രതിമ, ഇങ്ങനത്തെ ഇങ്ങനെ. അതൊക്കെ വന്നാൽ മതി. ഇല്ല അവിടെ നിന്ന് ഇതാണ് ഗൈസ് അവിടെയുള്ള ഫേവററ്റ് എൻ്റെ കളർ പൂവാണ്. ഇത് ചെടിയുടെ പേര് ഏതാണ്. അവിടെ ഇങ്ങനത്തെ മരമാണ് ഏറ്റവും രസമാണ് ഗൈസ്. അവിടുത്തെ നല്ല നല്ല പൂക്കൾ കണ്ടോ, ആ പൂവിനൊക്കെ ഉണ്ട്. എന്ത് രസമാ അല്ലേ. ആ പ്രതിമ, പിന്നെ ആ തെങ്ങ്, ആ വീടിൻ്റെ ഏതൊരു ചെടിയാണ്, എനിക്ക് പേരാണ്. ഇങ്ങനെയാണുള്ളത് ഉണ്ട്, അങ്ങനെയൊക്കെയാണുള്ള ചെടികൾ. ഇതാണ്, അത് പാട്ടാണ് കേട്ടോ, ഒരു പാട്ടാണ്. അടുത്ത പാട്ട് ഇതാണ്. എങ്ങനെയൊക്കെ ഒരു പാട്ട് എഴുതി വെച്ചേക്കുന്നതാണ് എല്ലാവരും. പ്രതിമ ആരെങ്കിലും ഇവിടെ വന്നിട്ടുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ കാണിച്ച പോലെ വേറെ കളർ പോവാണിത്. ഇതാണ് കൊച്ചുള്ളവർക്കൊക്കെ കളിക്കാൻ പറ്റിയൊക്കെ സ്ഥലം ഒക്കെ പറഞ്ഞത്. കണ്ട് അവിടെ തെങ്ങൊക്കെ ഉണ്ട്, പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയൊരു പ്രതിമ, പിന്നുള്ളത് ഒരു ആൽമരത്തിൽ ഇച്ചിരി വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഈ മരമുണ്ട്, ഈ മരത്തിൻ്റെ ഇല ഇങ്ങനത്തെ ഇലയാണ്. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് അടുത്ത് പോയിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ തെങ്ങാണ്. പിന്നെ ഇത് വാട്ടർഫോൾസ് എന്ന് പറയണ ഏതൊരു സാധനത്തിന് ബന്ധപ്പെട്ട ഇതാണ്. ഒക്കെ ചാഞ്ഞിരിക്കൂലേ, അത് മരങ്ങളൊക്കെയാണ്. പിന്നെ അതൊരു ചെടി. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു പ്രതിമ. പിന്നെ ഇതൊക്കെ ഒരു ബിൽഡിംഗ് ആയിരുന്നു, അത് പിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തതാണ്. നിങ്ങളും വന്നാൽ കുറേയൊക്കെ കാണാം. ഇതുണ്ടോ, ഇത് വേറൊരു ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങിൽ ഞാൻ സൂം ചെയ്ത് അടുത്ത് വേണമെങ്കിലും ഉണ്ട്. റോസാപ്പൂ ഇരിക്കുന്നു, പിന്നെ ഇതിരിക്കുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു പൂവുണ്ട്, നല്ല നല്ല ഭംഗിയൊക്കെ ഉള്ള നല്ല പൂവാണിത്. ആ ബിൽഡിങ്ങിൽ കുറേ ആൾക്കാരൊന്നുമില്ല, കുറേ പുസ്തകമൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് ഒരു പ്രതിമ. ഈ പ്രതിമ ഇച്ചിരി നല്ല പ്രതിമയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ബാക്കിലൊരു കൊടയുണ്ട്, അത് ഞാൻ കാണിച്ച് പിന്നെ തരാം കേട്ടോ. അപ്പോൾ അടുത്തത് കാണാൻ വേണ്ടി ഇവിടെ ഒരു കുഴൽക്കിണറുണ്ട്. കിണർ ഷീറ്റിട്ട് മൂടിയേക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു പൂവ് അതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രതിമ, അത് പ്രതിമേൻ്റെ ഫുള്ളായിട്ട് എന്തിനാന്ന് കാണിച്ചു തരാം. പ്രതിമ ഫുള്ള് കാണിച്ചു തരാം. ഇതൊക്കെയാണ് പ്രതിമ. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. പിന്നെ അവിടെ കണ്ടോ ഒരു ഭംഗിയായ ഒരു ദാത്തി അവിടെ ലൈറ്റൊക്കെ കത്തും കേട്ടോ. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്, ഇച്ചിരി വലിയ തെങ്ങൊക്കെയാണെന്ന് കേട്ടോ. പിന്നെ ഇവിടെ ഒരു മരം, ഇത് മരം ഇച്ചിരി ലോങ് മരങ്ങൾ പോലെ. പിന്നെ അവിടെ കുറേ ബസ്സുണ്ട്, പിന്നെ കുറേ കുട്ടികളുണ്ട്,
കുട്ടികൾക്കൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ. പിന്നെ എന്നെ കാണിച്ചു തരണ്ടേ ബാ. ഹായ് ഗായ്സ്, നമ്മളിത് മരത്ത് തൂങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എല്ലാവരും കളിക്കാൻ എന്ത് രസമാണ് അല്ലേ, മരവും മടി അല്ലേ. ഇങ്ങനത്തെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. ട്രെയിനിൽ പോണ വീഡിയോയും അതൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ കൂടുതൽ ലൈക്കും അടിച്ചേക്കാം കേട്ടോ. പിന്നെ എൻ്റെ വീട്ടുകാരെയൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ചെടീൻ്റെ കൂടെ ഞാനിപ്പോൾ നിൽക്കുന്നു. എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ആ കുറേ ചെടിയുണ്ട്. നിങ്ങളെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കല്ല വന്നത്, എൻ്റെ വാപ്പച്ചിയും എൻ്റെ അനിയത്തിയും ഉണ്ട്. അവരെയൊക്കെ കൂടെയാണ് ഞാൻ വന്നത്. പിന്നെ എൻ്റെ സ്വന്തം നീം ട്രീ ഉണ്ടല്ലോ, ആ നീം ട്രീൻ്റെയൊക്കെ കൂടെ ഒന്ന് നല്ലവരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ അവരൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ പോവാം. അപ്പം നമ്മളെ സ്ഥലത്തൊക്കെ പോകാം. ഇത് ഓടിപ്പോകുന്നു അനിയത്തി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് മറക്കല്ലേ. പിന്നെ ചാനലൊന്ന് ലൈക്കും ചെയ്തേക്കാം. പിന്നെ നമ്മളെ ഷോർട്സ് വീഡിയോ ഒക്കെ ഉണ്ട്. സിയ ആൻഡ് സൈറ എന്നടിച്ച് നോക്കിയാൽ മതി, കിട്ടിക്കോളും. അവിടുത്തെ മരം, ഇവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ കയറിയ മരം. അവിടെയല്ല കയറിയിരിക്കാനുണ്ട്. ഈ 2 മരം ഒരുമിച്ച് നിൽക്കാന്നില്ലേ, ഇവിടെയാണ് കയറി നിൽക്കാനുള്ള. പണ്ട് ജീവിക്കുന്ന വീടായിരുന്നു ഇത്. ഇപ്പോഴും അത് നല്ലൊരു ഇരിപ്പുണ്ട്.